ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ ഡാമിലേക്ക് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൂരം ഇപ്രകാരമാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് 36 കിലോമീറ്റർ, തലശ്ശേരിയിൽ നിന്ന് 37 കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്ന് 8.6 കിലോമീറ്ററുമാണ്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഡാം. തലശ്ശേരി കണ്ണൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ മട്ടന്നൂരിൽ നിന്ന് ചാവശ്ശേരി എത്തി ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. ചാവശ്ശേരിയിൽ നിന്ന് 5.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഡാം. ഇരിട്ടി ഇരിക്കൂർ സംസ്ഥാന പാത വഴിയും ഇവിടേക്ക് വരാം. സ്ഥലത്തിൻ്റെ പേര് കുയിലൂർ എന്നായതിനാൽ ഈ ഡാമിനെ കുയിലൂർ ഡാം എന്നും വിളിക്കാറുണ്ട്. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ബാവലിപ്പുഴയിലാണ്. 1979 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൊറാർജി ദേശായിയാണ് ഈ പദ്ധതി നാടിനായി സമർപ്പിച്ചത്. ധീരദേശാഭിമാനിയായ പഴശ്ശിരാജയുടെ ഓർമ്മയ്ക്കായിട്ടാണ് പദ്ധതിക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിലെ 11,525 ഹെക്ടർ, അതായത് 28,480 ഏക്കർ കൃഷിഭൂമിയുടെ ജലസേചനമായിരുന്നു മുഖ്യ ലക്ഷ്യം. ഇപ്പോൾ കണ്ണൂരിലെയും മാഹിയിലെയും കുടിവെള്ള ആവശ്യം പരിഹരിക്കുന്നത് ഈ പദ്ധതിയാണ്. ഉയരം 18.99 മീറ്റർ, അതായത് 62.3 അടി, നീളം 245 മീറ്റർ, അതായത് 804 അടി, സ്പിൽവേ 16 എണ്ണമാണുള്ളത്. ഇത് റേഡിയൽ ടൈപ്പാണ്. കപ്പാസിറ്റി 9,75,00,000 ഘന മീറ്ററാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരിക്കലും വന്നുപെടാത്ത ഒരു സ്ഥലമാണ് പഴശ്ശി ഡാം. ഈ പദ്ധതി പ്രദേശത്തെക്കുറിച്ച് ഞാനിടുന്ന 2 വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ എഴുതി തള്ളാവുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ ഡാമിൻ്റെ പണി തുടങ്ങിയത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ്. ഡാം കൂടാതെ കണ്ണൂർ ജില്ല മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന കനാൽ ശൃംഖല കൂടെയുണ്ട്. തുടക്കത്തിൽ കാർഷികാവശ്യത്തിന് ആയിരുന്നു ഈ കനാലും ഡാമും ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പഴശ്ശി പ്രവേശന കവാടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്തൂപം, അതിന് മുകളിലൊരു അശോക സ്തംഭം കാണാം. നല്ല ഓറഞ്ച് കളറ്, ടോപ്ലെസ്, അടിപൊളി വണ്ടി. മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ മരം വരെ കയറും, അങ്ങനത്തെ വണ്ടിയാണ്. നമ്മൾ ഈ കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മഹീന്ദ്രയുടെ ജീപ്പാണ്. അപ്പോൾ എങ്ങനത്തെ വഴിയിലും, അതുപോലെ ട്രക്കിങ്ങിനൊക്കെ ഏറ്റവും അനുയോജ്യമായ വണ്ടി മഹീന്ദ്രയുടെ ജീപ്പാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ സ്റ്റഡി ടൂറിൻ്റെ സമയമാണ്. ഒരുപാട് സ്കൂൾ ബസ് കാണാം നമുക്കിവിടെ. കുട്ടികളെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ഇവിടെയായിരിക്കും. ഈ ഡാമിൻ്റെ തൊട്ടടുത്ത് വരെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെയുള്ള പാർക്കിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത്. ക്യാമറ ടിക്കറ്റ് അടക്കം 85 രൂപ കൊടുത്ത് ഞാൻ ഉള്ളിലേക്ക് കടന്നു. പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ കാണുന്ന ഇരുമ്പ് പാലമാണിത്. ഒരു തൂക്കുപാലത്തിൻ്റെ കൺസെപ്റ്റ്. ഐ ലവ് പഴശ്ശി ഗാർഡൻ. ഇതിനു മുമ്പിൽ നിന്നിട്ട് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം. ഇതിനുള്ളിലും ഒരു പെറ്റ്സ് വേൾഡ് ഉണ്ട്. അതിൻ്റെ പരസ്യമാണ് ഈ കാണുന്നത്. ഈ പെറ്റ്സ് വേൾഡിൻ്റെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. നാളെ കാണാൻ മറക്കണ്ട, അത്രയധികം അപൂർവതയുള്ള ഒരു വീഡിയോ ആണത്. ബേൽപുരി, മസാലപ്പുരി, പാനിപ്പുരി എന്ന് തുടങ്ങി മുളക ബജ്ജി വരെ ഇവിടെ കിട്ടും. കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക, കൂടെ മുതിർന്നവർക്കും. ചുറ്റും മലമടക്കുകളുടെ മനോഹരമായ കാഴ്ച. ഒരു വശത്തുകൂടി നമ്മളോട് കുശലം ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒഴുകിപ്പോകുന്ന ബാവലി എന്ന വളവട്ടണം പുഴ. ഒരു ദിവസം തിമർത്ത് പൊളിച്ചു തീർക്കാൻ പറ്റിയ സകല മസാലകളുമുണ്ട് ഇവിടെ. ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ മിനിയേച്ചർ പതിപ്പ്. ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങി വരുന്നതേയുള്ളൂ.
സ്കൂൾ ടൂറിന്റെ സമയമായതിനാൽ വിദ്യാർത്ഥികളെയാണ് കൂടുതലായി കാണാൻ കഴിഞ്ഞത്, ഒപ്പം അധ്യാപകരെയും. ആളുകൾ കുറവായതിനാൽ ആകാശത്തൊട്ടിലൊക്കെ ചലനമറ്റ് കിടപ്പാണ്. ഇവരെല്ലാം നമ്മളെ നാട്ടുകാരാണ്, അഞ്ചരക്കണ്ടിക്കാരാണ്. കുട്ടികളെയും കൊണ്ട് വന്നായിരിക്കും അല്ലേ? ഇപ്പൊ ഈ സ്കൂൾ സീസൺ അല്ലേ, കുട്ടികളെ സ്കൂളിന്റെ ടൂർ സീസണാണ്. അപ്പൊ ഇവരെ അവിചാരിതമായിട്ട് ഇവിടെ കണ്ടുമുട്ടിയതാണ്. സ്വാമി അപ്പം ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ഗംഭീരമായ ഒരു സ്ഥലത്തെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞൊരു സങ്കടമുള്ള കാര്യമാണ്. കുട്ടികളെയൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സ്ഥലമാണ് ഇത്. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും ഈ സ്ഥലങ്ങളെ, നമ്മുടെ പരിസരത്തിൽ എത്രയും നല്ല സ്ഥലങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇതെന്തൊരു ഗെയിമാണ്, എന്താണെന്നറിയില്ല. ഇത് തന്നെയാലും ഒരു കിടലിന് സ്ഥലം, ഗംഭീരം. ഈ വലത് സൈഡ് കാണുന്നതാണ് ഇരിട്ടിപ്പുഴ. കാവേരിയൊക്കെ കാണാൻ നമ്മൾ ഇവിടുന്നേ പോകാറുണ്ട്, മൈസൂർ വരെ. പക്ഷെ നമ്മളെ തൊട്ടടുത്ത് ഇത്രയും ഗംഭീരമായ ഒരു നദി ഉണ്ട്, ഒരു ഡാമുണ്ട്, അതുപോലെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് എങ്കിലും ഇത് വളരെ നന്നായി ഇവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് നമ്മൾ നന്നായി പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമുക്കൊരു ദിവസം മുഴുവനായും ചിലവഴിക്കാൻ പറ്റുന്ന അത്രയും ഗംഭീരമായ ഒരു പാർക്കാണിത്. ഇരിട്ടി പുഴയുടെ തൊട്ട് കരയിൽ ഡാമിന് താഴെയായിട്ടാണ്, പഴശ്ശി ഡാമിന് താഴെയായിട്ടാണ് ഈ പാർക്ക്. അപ്പോൾ നല്ല വെയിൽ വേണ്ട സമയമാണ്, നല്ല ചൂട് വേണ്ട സമയമാണ്. പക്ഷേ ഇവിടെ ഫുള്ള് തണലാണ്, അതുപോലെ അധികം ചൂടില്ല. അപ്പോൾ പഴശ്ശി ഡാമിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. ഡാം നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ അധികം വരുന്ന വെള്ളം പുറത്തേക്ക് തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വെള്ളം താഴേക്ക് വന്ന് പതിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, നല്ല ഇരമ്പം. അപ്പോൾ ഇവിടെ ഒരു കാടിൻ്റെ പ്രതീതിയാണ് ശരിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വശത്ത് എവിടെയോ ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതാണ് നടന്നു നോക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്തോറും കാട് കൂടിക്കൂടി വരുമെന്ന്. അപ്പോൾ അവിടെ നല്ല ആഴമുള്ള പുഴ കാണാം മുമ്പിൽ, അവിടെയായിരിക്കും ബോട്ടിങ് നടക്കുന്നുണ്ടാവുക. പിന്നെ ഇടയ്ക്ക് അവിടുന്ന് ആരോ പറഞ്ഞു ഈ ഡാം തുറന്നതുകൊണ്ട് ബോട്ടിങ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളതെന്നും പറയുന്നത് കേട്ടു. അപ്പോൾ ഏതായാലും ഒന്ന് അവിടെ വരെ ഒന്ന് നടന്നു നോക്കാം, ബോട്ടിങ് ഉണ്ടോ നോക്കാം. ഞാൻ ഏതായാലും ബോട്ടിൽ കയറാൻ ഉദ്ദേശമില്ല, എന്നാലും സംഭവം ഒന്ന് കാണാമല്ലോ. അവിടെ കാടിനുള്ളിൽ എന്തോ ഒരു സ്റ്റെപ്പ് പോലെ എന്തോ കാണാം. എനിക്ക് വന്ന് അവിടെ നിന്ന് ഈ ഓവ് വെള്ളം വന്ന് മറയാനുള്ള, ഒഴുകി വരാനുള്ള ഒരു മാർഗം ആണെന്ന് തോന്നുന്നു, ഒരു ചാലാണെന്ന് തോന്നുന്നു. അത് സ്റ്റെപ്പ് ഇട്ടിട്ട് കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു വൻമരം നിലത്ത് വീണ് കിടക്കുന്നത് കാണാം. അത് വീണ് ചെതലരിച്ച് ഇങ്ങനെ നശിച്ചു പോകുന്ന മാതിരിയാണ് കാണുന്നത്. വീണിട്ട് കുറേ കാലമായി എന്നാണ് തോന്നുന്നത്. കാരണം ഇതെനിക്കൊന്ന് ചിലപ്പോൾ ഒരു സംരക്ഷിത പ്രദേശമായതുകൊണ്ട് ഇത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, വിറകിനായിട്ട് പോലും എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അത്ര നല്ല മരമെല്ലാം തോന്നുന്നുണ്ട്. ഇത് എവിടെയാന്ന് തോന്നുന്നുണ്ട് ബോട്ടിങ്. ഇവിടെയാണ് ബോട്ടിങ്. ഇതാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കാഴ്ചക്ക്. വെള്ളത്തിന് നല്ലൊരു നിറ വ്യത്യാസമുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഈ സംരക്ഷണ ഭിത്തിയെല്ലാം ആളിങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. സംരക്ഷണ ഭിത്തിയായിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് ഒരു കവറിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ കാണുന്നില്ല, എല്ലാം പൊട്ടിയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്പ് കാണാം താഴേക്ക്, ഒരു ഇരുമ്പ് സ്റ്റെപ്പ്. ഞാൻ ഇറങ്ങി വന്ന സ്റ്റെപ്പാണിത്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഏണി, അങ്ങനെ പറയാം. ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഫൈബർ ബോട്ടുകളാണ് ഈ കാണുന്നത്. ഇവ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം നന്നായി കൂടിയിട്ടുണ്ട്. പൊടിപടലങ്ങൾ ഇങ്ങനെ മേലെ പൊങ്ങിക്കിടക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ട്. അവിടെ 2 ഷട്ടർ നന്നായി തുറന്നിട്ട് കാണുന്നുണ്ട്.
നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. 2 ഷട്ടർ കുറച്ച് നന്നായി തുറന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ കുറേശ്ശെയായിട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ ഡാം നന്നായി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കൊച്ചുകുട്ടികളാണ് ഇവിടെ കൂടുതലായി വരുന്നത്. സ്കൂൾ എക്സ്കർഷൻ്റെ സമയമല്ലേ, അതുകൊണ്ടായിരിക്കും ബോട്ട് സവാരി നിർത്തിവെച്ചിരിക്കുന്നത്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ, ഗംഭീരം, അതിഗംഭീരം. അങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ച നിറത്തിലുള്ള കുന്നുകൾ, എങ്ങോട്ട് നോക്കിയാലും പച്ച നിറം, ഹരിതാഭ. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തീർച്ചയായും പ്രൊമോട്ട് ചെയ്യണം. നമ്മളാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ ദൂരദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ യാത്ര പോകുന്നതിന് പകരം, അങ്ങനെ വേണം പറയാം. നമുക്കതൊരു പലായനമായിട്ടും പറയാം. അപ്പം നമ്മളെ തൊട്ട് പ്രദേശത്ത് അതിനെ നമ്മൾ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അതിനെ കാണാതെ ദൂരദേശങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ഏർപ്പാട് നമ്മൾ കുറച്ചുകൊണ്ട് നമ്മളെ പരിസരങ്ങളിലുള്ള ഇത്തരം സ്ഥലങ്ങൾ, നമുക്ക് പഴശ്ശി ഡാമുണ്ട്, ആർളം വന്യജീവി സങ്കേതമുണ്ട്, പറശ്ശിനിക്കടവിൽ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ വയലപ്പുറമുണ്ട്, പിന്നെ മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ പ്രദേശത്ത് തന്നെ കാണാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ 2ാം ഭാഗവുമായി നാളെ വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.